പുനലൂർ എസ്.എൻ. കോളേജിലാണ് മോൻ പഠിച്ചതെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ നിന്നുള്ള വീഡിയോ ഒക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട്. കാരണം അവനെ കൊണ്ട് എക്സാം എഴുതിക്കാൻ വന്ന സമയത്തൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പം റോഡിൽ നിന്ന് കുറേ ഇങ്ങനെ കയറി വന്നു. അപ്പോൾ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയത് തന്നെ. ഇത് റോഡ് കറങ്ങി ഒത്തിരി കയറ്റത്തിലോട്ട് ഉയരത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പ് വഴി നടന്നു പോകുന്നവർക്ക് സ്റ്റെപ്പ് വഴി കയറി പോകാൻ പറ്റും. തളർന്നു പോകും. 100-ന് മുകളിലുള്ള സ്റ്റെപ്പ് ഉണ്ട്. വണ്ടിയിൽ വരുമ്പോൾ ഇങ്ങനെ വരാൻ പറ്റത്തുള്ളൂ. തിരിച്ച് വരുമ്പോൾ ഇറങ്ങി നടന്നായിരുന്നാലും ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റും. പക്ഷേ ഇത് അല്ലാതെ ഇങ്ങനെ കയറ്റി അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടക്കാൻ പറ്റത്തില്ല. വണ്ടിയിലേ വരാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഓട്ടോയിലാണ് പോകുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നല്ല ഇതിൻ്റെ ഉയരത്തിൽ നിന്ന് എടുക്കുമ്പം തന്നെ പിന്നെ കാണുമ്പം പുനലൂരിൻ്റെ കുറേ ഭാഗങ്ങൾ നല്ലതുപോലെ കാണാൻ പറ്റും. നല്ല രസമാണ് എൻ്റെ മുകളിൽ നിന്ന് കാണാനായിട്ട്. ഇതിപ്പം എൻ്റെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കാണുമ്പോൾ ഈ ഇടതുവശത്ത് കാണുന്നുണ്ടല്ലോ, ഇവിടെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജാണ്. അന്നിവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം പണിയൊക്കെ പൂർത്തിയായി, എല്ലാം ക്ലാസ്സൊക്കെ തുടങ്ങിയാണ്ട്. ഇത് എൻ്റെ ബ്രദറിൻ്റെ മോനപ്പോൾ അവിടെയാണ് പഠിക്കുന്നത്. ഇത് ഞാൻ 3 വർഷം മുമ്പ് എടുത്തതാണെന്ന് പറഞ്ഞല്ലോ. ഇത് നാളെ ഇടാം പിന്നെ ആവട്ടെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിരുന്ന് ഇങ്ങനെ പിന്നത്തേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ വേറെ വീഡിയോസ് ഇടുമ്പോൾ അതിടും അങ്ങനെ നീണ്ടുപോയി. അങ്ങനെ വെച്ചിരുന്നൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ എൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഇടയ്ക്കാണല്ലോ. അപ്പോൾ എനിക്ക് പുതിയ വീഡിയോസൊന്നും അങ്ങനെ കൂടുതലായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ പിന്നത്തേക്ക് മാറ്റി വെച്ചിരുന്ന വീഡിയോ അത് ഞാൻ തപ്പിയെടുത്ത് അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. ഇതിപ്പം അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയാണ്, ഇതിനടുത്താണ്. അപ്പോൾ അവൻ എക്കണോമിക്സ് ആയിരുന്നു. ഇതിപ്പം ഓഫീസിലിട്ട് അഡ്മിഷന് വേണ്ടി പോകുന്നുണ്ട്. ഓഫീസിനടുത്ത് വരെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.